ഹല്ലേലൂയ. ഈശോയോട് ചേർന്നുള്ളൊരു ജീവിതം, അതാണ് ഇന്ന് നിങ്ങൾ എടുക്കേണ്ട, ഞാനും നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. വേറൊന്നുമല്ല, ഈശോയോട് കൂടെ ഉള്ള ഒരു ജീവിതം ആരംഭിക്കണം. പ്രാർത്ഥന, ഞാൻ പറയും, എവിടെ പോയാലും വാഹനത്തിൽ ഇപ്പോൾ 95 ഞാൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയുടെ ആത്മാവ് എനിക്ക് നൽകിയൊരു പ്രേരണ കൊണ്ട് എൻ്റെ ലോകത്തിൻ്റെ എല്ലാം. അപ്പോൾ അന്ന് ഞാൻ 95 ടെലിവിഷനൊക്കെ ലോകത്ത് വന്ന് ഇങ്ങനെ ആളുകൾ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമേ ആയിട്ടുള്ളൂ. കേരളത്തിലൊക്കെ അങ്ങ് വരുന്നു. അപ്പോൾ അന്ന് തന്നെ ലോകത്തിൻ്റെ ഫിലിമുകളൊന്നും കാണാൻ പോകരുത്, ലോകത്തിൻ്റെ ഒന്നും കാണാൻ പോകണ്ട, അത് വിട്ടേരെ, നീ അത് വിട്ടേരെ. പ്രസലോഷം. ലോകത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ പോകരുത്. അറിയാതെ പോലും 95 ശേഷം ഇന്നേ വരെ ഞാൻ അറിയാതെ പോലും ലോകത്തിൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. പ്രസലോഷം. അത് പൂർണ്ണമായിട്ട് ഈശോ, നീ എനിക്ക് നിന്നെ തന്നെ മുഴുവനായി എനിക്ക് തരിക. ഈശ്വരൻ്റെ കുറച്ച് സമർപ്പണമല്ല, 100% സമർപ്പണം. ഇന്നും എൻ്റെ സമർപ്പിക്കുന്നത് 100% സമർപ്പണം. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ വരുന്നൊരു അനുഭവമാണ്. പോകുന്ന വഴികളിൽ ദൈവം പ്രവർത്തിക്കുന്നു. വിവിധ ഭാഷക്കാരുടെ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. യൂറോപ്പിലൊക്കെ ഒത്തിരി രാജ്യങ്ങൾ മുഴുവൻ തന്നെ. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ. അവിടെയൊക്കെ ചെന്നിറങ്ങുമ്പോൾ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം. കാരണം വിവിധ ഭാഷ, സംസ്കാരം വേറെ, കാഴ്ചപ്പാട് വേറെ, ബോധ്യങ്ങൾ വേറെ, മനുഷ്യൻ്റെ ബോധ്യം. പക്ഷേ ആദ്യത്തെ ശുശ്രൂഷ നടത്തുന്ന 37 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പ്രസ്തലോഷം. പക്ഷെ ഇന്നവിടെ ശുശ്രൂഷയ്ക്കില്ലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 3500 പേരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി അവിടെ ഓടിയെത്തും. അവിടെ ചെന്നെന്ന് പറഞ്ഞാൽ മതി, അവർ ഓടി വരുന്ന കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ജെറുസലേമിൽ ചെന്നപ്പോൾ അവിടുന്ന് യൂറോപ്പിൽ നിന്ന് കുറേ പേര് അവിടെ വന്നു എന്നെ അച്ഛൻ പ്രാർത്ഥിക്കണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആ കർത്താവ് കൂടെ വേണം. പോകുന്ന വഴിയിൽ ദൈവം കൂടെ. വേറെ കഴിവല്ല, എനിക്ക് കഴിവുകളൊന്നുമില്ല, പ്രത്യേകിച്ച് കഴിവൊന്നും ഞാൻ കാണാറില്ല, എനിക്കൊന്നും അറിഞ്ഞു. പക്ഷേ ദൈവം എന്നെയും കൂടെ അങ്ങ് ചെയ്യിക്കും. പ്രസലോഷം. ഇതങ്ങ് ചെയ്യാൻ പറയും, ഇതങ്ങ് പറയാൻ പറയും, ഇതുപോലെ ചെയ്യാൻ പറയും. പലരോട് ചോദിച്ചാൽ അച്ഛനൊരു ആളെ കാണുമ്പോൾ ഈ ആളുള്ള ബന്ധനങ്ങളല്ല അസ്വസ്ഥ പെട്ടെന്ന് മനസ്സിലാകുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലാകുന്നല്ല, ആരോ എന്നോട് പറഞ്ഞു തരുന്നത് പോലെയാണ് എനിക്കെപ്പോഴും അനുഭവപ്പെടാറുള്ളത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തരുന്നൊരു അനുഭവമാണ്. ഇത് ഇന്ന വഴി ചെയ്യുക, ഈ വഴി പോകും, അത് വചനം എഴുതിയിരിക്കുന്ന പോലെ ഈ വഴി പോകും. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19, 20, 21. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാൽ നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രമിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. സ്വരമോടത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെയുള്ള ശുശ്രൂഷ, നിങ്ങളാരും എന്നെ ദൈവം നിയന്ത്രിക്കാൻ വരരുത് ഞാൻ പറയും. പ്രസലോഷൻ. അവർക്കറിയാം നിയന്ത്രിക്കാൻ വരത്തില്ല. കാരണം കർത്താവ് അച്ഛനെ നയിച്ചോളൂ, അവർക്ക് നന്നായിട്ട് അറിയാം. പ്രസലോഷൻ. അത് ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കണ്ട, ദൈവത്തിൻ്റെ ആത്മാവ് അതങ്ങ് പ്രവർത്തിക്കും. ചിലപ്പോൾ അവരിലൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും, പക്ഷെ അത് ശ്രദ്ധിക്കാൻ പറയും. ആരൂപിയാണോ പ്രവർത്തിക്കുക, ശ്രദ്ധിക്കുക. പക്ഷേ ആത്മാവ് എന്നെ ഇങ്ങനെ നേരെ ഇങ്ങനെ നടത്തുന്നു. ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, മക്കളെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുള്ള കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രസലോഷ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛൻ ഞങ്ങളുടെ കൂടെ കർത്താവിൽ ഉണ്ട്. മക്കൾ, എല്ലാവരുടെ കൂടെ കർത്താവുണ്ട്. പക്ഷേ ഈ കർത്താവിനെ കാണാൻ കണ്ണു തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കണ്ണു തുറക്കണമെങ്കിൽ നമ്മളിലേക്ക് ആത്മാവ് അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം ശക്തമായിട്ട് ഒഴുകണം. ഒഴുകിക്കഴിയുമ്പോൾ നമുക്ക് കർത്താവിനെ തിരിച്ചറിയാം. പിന്നെ നമുക്ക് വിശുദ്ധി ജീവിച്ച് പറ്റൂ. വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒറ്റവിളി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളായിട്ടുള്ള ഒരു 100-120 മുകളിൽ രോഗികളെ അണക്കരയിൽ കർത്താവിൻ്റെ ആത്മാവ് പരിപൂർണമായിട്ടും സുഖപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് വിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഈ കൃപ എന്നിൽ പ്രവർത്തിച്ച് കൊണ്ട് കർത്താവിൻ്റെ ഒരു ആത്മാവിൻ്റെ വലിയ പ്രവർത്തനമുണ്ടായത് ഞാനത് തൊട്ടപ്പുറത്തുള്ള പള്ളിയിലിരിക്കുന്ന വികാരിയായിട്ടിരിക്കുന്ന സമയത്തൊരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കുടുംബത്തിലെ ഒരു യാക്കബേറ്റ് ഫാമിലിയാണ്. അവിടുത്തെ ഒരു കുടുംബത്തിലെ ഒരു മകളുടെ കൊച്ച്. അവർ ശരിക്കും വിദേശത്താണ്. പക്ഷേ ഈ കൊച്ചിന് ഒരു 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സുള്ള പറയും. ആ കൊച്ചിന് ഭയങ്കര ഓട്ടിസം, ഹൈപ്പറാണ്. ഒരു രക്ഷയില്ല കൊച്ചിനോട്. അവർ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ട് സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല, വേറൊരു ലോകത്താണ്. ഞാൻ ഈ ദിവസങ്ങൾ ഇവിടെ പല കുഞ്ഞുങ്ങളും വന്നു. അതിനേക്കാളൊക്കെ ഒരു 50 ഇരട്ടി സീരിയസ് ആയ കേസായിരുന്നു.
അതിന് കാരണം വെച്ചാൽ അവിടെ വിദേശത്ത് കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ആ മോള് സ്വന്തം വീട്ടിൽ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. എന്നിട്ട് അവൾ ജോലിക്ക് പോയി. കാരണം പറ്റാത്ത അതുപോലത്തെ വിഷമഘട്ടത്തിൽ ആ കുടുംബം പോകുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും അവരുടെ ഒരു സഹോദരി ഇവരാണ് ഈ കൊച്ചിനെ കൊണ്ട് ആദ്യം എൻ്റെ അടുത്തെത്തുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ ദിവസം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ പള്ളിമുറിയിലിരിക്കുക. എൻ്റെ കൈക്കാരന്മാരെൻ്റെ മുറിയിലുണ്ട്. ഞങ്ങളെന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഇവർ ഈ കൊച്ചിനെയും കൊണ്ട് എൻ്റെ മുറിയിലോട്ട് കയറി വരെ കുട്ടി അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പിടി വിട്ടിട്ട് ഇങ്ങോട്ട് നേരെ വന്നിട്ട് എൻ്റെ മുറിക്കകത്ത് വന്നിട്ട് വലിയൊരു മേശ ഇതെല്ലാം കൂടെ ഒറ്റ പിടുത്തത്തിന് അവിടെ കിടന്ന് ഇളക്കി മുറിച്ച് അവിടെ കൂടെ സാധനം ഇല്ലാണ്ട് എടുത്തെറിഞ്ഞ് ഒരു നിമിഷം അവിടെ ഷെൽഫിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൻ്റെ ആഞ്ഞിടിച്ച് അവിടെയുള്ള കുറേ ഈ ഫ്ലവർ വാസ് പോലത്തെ അതല്ലാണ്ട് താഴെ അടിച്ചിട്ട് അപ്പോഴത്തേക്കും കൈക്കാരന്മാരെല്ലാം പിടിച്ചിങ്ങനെ നിർത്തി. ഒരു രക്ഷയില്ലാതേക്ക്. അപ്പോൾ ഇവരെല്ലാം കരയുന്നുണ്ട് അച്ഛൻ. അപ്പോൾ ഞാൻ ഈശോനെ പറഞ്ഞു, ഈ കുഞ്ഞിന് തലയിൽ കഴിച്ചൊരു കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. കർത്താവ് കൂടെ വേണം, വേറെ ആരും കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല. അറിവും കഴിവൊന്നും ഫലമൊന്നും എല്ലായിടത്തൊന്നും ഫലം കിട്ടില്ല മക്കളെ. ഭയങ്കര ബുദ്ധിമാന്മാരുണ്ട്, പക്ഷെ വലിയ പ്രയോജനമൊന്നുമില്ല. ഹല്ലേലൂയ. ബുദ്ധിമാന്മാർ ഒത്തിരി ഉള്ള ലോകം ഇത്, പക്ഷെ വലിയ പ്രയോജനം തോന്നാറില്ല. പലപ്പോഴും എനിക്ക് വലിയ പ്രയോജനം തോന്നാറില്ല. ഈ എൻ്റെ തലയിൽ കുരിശ് വരച്ചു. ഞാൻ പറഞ്ഞു അവരോട് ഒരു 7 ശനിയാഴ്ച അന്നവിടെ വെള്ളിയാഴ്ച ദിവസം 7 വെള്ളിയാഴ്ച ഒന്ന് പ്രാർത്ഥിക്കാൻ ഈ ഇടവപ്പള്ളി വരണം പറഞ്ഞു. ഒച്ച വന്നോളൂ ഒച്ച ഇത്രയും പ്രാർത്ഥിച്ചു അങ്ങ് വിട്ട്. വിഷമിക്കൊന്നും വേണം, കരയുക. ഞാൻ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, 3-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ പേരൻസ് ഒന്ന് പറയുക, അച്ഛാ അവനോട് വരുമ്പോൾ അവൻ കംപ്ലീറ്റ് സൗഖ്യപ്പെട്ടു, അവൻ കംപ്ലീറ്റ് ഹീൽ ചെയ്യപ്പെട്ടു, അവൻ്റെ ബന്ധനം വഴി കംപ്ലീറ്റ്. അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. 7 ആഴ്ച തിരിച്ച് പൂർണ്ണമാക്കിയില്ല. അതിന് മുമ്പ് അതിനെ കംപ്ലീറ്റ് ഹീൽ ചെയ്യപ്പെട്ടിട്ട് ഞങ്ങളുടെ ഇടവപ്പള്ളിയുടെ അതിർത്തിയിലൊരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ അവനെ 1-ാം ക്ലാസ്സിൽ ചേർത്തു. അവൻ ആദ്യ സ്കൂൾ ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് അവൻ പഠിക്കാൻ തുടങ്ങി. ഒരു പ്രശ്നമില്ല, എല്ലാ ബന്ധനവും വഴി കംപ്ലീറ്റ് ഹീൽ ചെയ്യപ്പെട്ടു. സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് അത് കൈയടിച്ചേ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കുക. സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ കർത്താവിനെ കൂടെ കൊണ്ടുപോകും. അതാണ് ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് മദ്യപാനം ഉപേക്ഷിക്കുന്ന എന്തിനാ? എൻ്റെ ഈശോയെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വഴിവിട്ട ബന്ധം ഉപേക്ഷിക്കുന്നതിന് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും പ്രാർത്ഥനയുടെ ജീവൻ നയിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവസാന്നിധ്യം ഭൂമിയിലാണ്. എനിക്കറിയാം, ഞാനിടുന്ന ഒരു ഇടവകയിൽ ഒരു കൃഷി സ്ഥലത്ത് നല്ല വിളവാണ്. എന്തോ ഒരു വിളവെന്ന് വെച്ചാൽ നല്ല അനുഗ്രഹം വീട്ടുകാർക്ക്. എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കുടുംബത്തിൻ്റെ അപ്പൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. രാവിലത്തെ കുർബാനയ്ക്ക് അപ്പം വരുവേ, കുർബാന കഴിഞ്ഞ് നേരെ രാവിലെ 6:30-ക്കുള്ള കുർബാന 7-7:15 കുർബാന കഴിയും. ഉടനെ അപ്പൻ നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു പ്രവൃത്തി, അപ്പം ചെരുപ്പ് ഊരിയിട്ടിട്ട് കൃഷി സ്ഥലത്തൂടെ നടക്കും. 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തോട് ഇങ്ങനെ നടന്ന് ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കും. ഈ മനുഷ്യൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട കാര്യം. ഞാൻ വികാരിയായിട്ടും കാണുന്ന കാര്യമാണ് അഭിഷേകാട്ടാറുകാണേ. നേരെ മറിച്ച് അതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഉള്ളിടത്ത് അപകടങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ. പ്രാർത്ഥനയില്ലാത്തവൻ്റെ അധ്വാനം അത് അല്ലേ. വലതുവശത്ത് വലയിറക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം വള്ളത്തിൻ്റെ വലതുവശത്ത് ദൈവത്തോട് ചേർന്ന് നീ വലയിറക്കണം. നീ വിശുദ്ധി പാലിച്ചുകൊണ്ട് കൂദാശ ജീവൻ നയിച്ചു കുമ്പസാരമൊക്കെ നടത്തിക്കൊണ്ട് നീ അധ്വാനിച്ചു നോക്കിക്കേ, ഇന്നുള്ള നിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാറും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അല്ലാതെ രാത്രിയിൽ അധ്വാനിച്ചാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ രാത്രിയുടെ പ്രത്യേകത ഇരുട്ടിൽ കിടന്നുകൊണ്ടാണ്. ഈശോയുമായിട്ട് ബന്ധമില്ല, പാപത്തിൽ കിടന്നുകൊണ്ടാണ് ഈ അധ്വാനം മുഴുവൻ നടത്തുന്നത്. വെറുപ്പും വിദ്വേഷവും പകയും അസൂയയും വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും ഞാനെന്ന ഭാവവും അവിശ്വാസവും യുക്തിചിന്തകളും കുറ്റം പറച്ചിലും വഴിവിട്ട ബന്ധങ്ങളും മ്ലേച്ഛ ചിത്രങ്ങളും മ്ലേച്ഛ പാപങ്ങളും ദൈവവചന വിരുദ്ധമായ ജീവിതങ്ങളും തയ്ച്ചുകൊണ്ട് നീ വലയിറക്കിയാൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചാണ്ടോ അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, കരയിൽ വെറും കൈയോടെ വരിക. ഇന്നിവിടെ നമ്മുടെ ചില കുടുംബങ്ങളത് ഒരുപാട് അധ്വാനിച്ചോ ഇപ്പം കടബാധ്യതയുള്ളൂ, ലക്ഷങ്ങളുടെ കോടികളുടെ കടബാധ്യത പിടിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉറപ്പാ
വലതുവശത്ത് വലയിറക്കിയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ദൈവത്തോട് ചേർന്നല്ലത് അധ്വാനം നടന്നിട്ടുള്ളത്. സ്വയമത് എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, പള്ളിയുടെ ആവശ്യമൊന്നുമില്ല, കുർബാനയുടെ ആവശ്യമൊന്നുമില്ല, പ്രാർത്ഥനയുടെ നോവേനകളൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കണം. അല്ല പഠിച്ച മാർക്ക് മേടിച്ച് കാണിച്ചു തരാം. നല്ല മാർക്ക് ശരിയാ ചില കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ നല്ല മാർക്ക് മേടിക്കും, പക്ഷേ അവസാനം ഒരു വലിയൊരു റെഡ് മാർക്ക് കാണാം. പലപ്പോഴും അങ്ങനെ ഒരുപാട് നല്ല മാർക്ക് കിട്ടിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഒരുപാട് റെഡ് മാർക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുടുംബജീവിതം തുടങ്ങിയപ്പോൾ ഭാവി തീരുമാനങ്ങൾ എടുത്തെടുത്ത് ചില അപകട സൂചനകൾ കാണാൻ പറ്റുന്നു. കൈകളെടുത്ത് കർത്താവ് തന്നെ പറഞ്ഞ ഉച്ചത്തിൽ ഒറ്റവിളി ഈശോയേ, ഒറ്റവിളി ഈശോയേ. അതുകൊണ്ട് വലതുവശത്ത് വലയിറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിന്നുകൊണ്ട് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഐക്യപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം അങ്ങനെ പോകാവുള്ളൂ, അല്ലാതൊരു വഴി എടുക്കരുത്. ചിലപ്പോൾ ആ പോക്കിൽ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈശോയെ മുറുകെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാത്ത ചില അവസ്ഥകളോട് പോലും ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ആരും കൂടെ ഇല്ലല്ലോ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ കർത്താവ് എന്നെ കാത്തോളും. ആ കർത്താവിനെ ഇന്നെനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുടെ നാൾ കർത്താവ് തരാറുണ്ട്. സഹോദരൻ പറഞ്ഞാൽ ഹല്ലേലൂയ സഹനം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചില കാര്യം ഒറ്റപ്പെട്ടു പോകും. ചിലയിടത്തൊക്കെ നമ്മൾ ഒറ്റപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ കണ്ണുനീര് പോലും എടുക്കേണ്ടി വരും. ചില സമയത്തൊക്കെ ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആശ്രയിക്കുന്നത് മനുഷ്യരെ ആശ്രയിക്കാൻ പറ്റില്ല. അത് പണ്ട് ഏകദേശം 97-98 കഴിഞ്ഞോടെ മനുഷ്യനിലുള്ള ആശ്രയത്തെ ഞാൻ പണ്ടേ വിട്ടു. വലിയ കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ പലപ്പോഴും വഴി തെറ്റിക്കാനേ പലരെയും കൊണ്ടും ഗുണമുണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശരിക്കുള്ള വഴിയെ പോകണമെന്ന് കർത്താവിനെ മാത്രം കേൾക്കുക, കർത്താവിൻ്റെ മാത്രം വഴിയിലൂടെ പോവുക. ഗലാത്യ ലേഖനം 1:10. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ആണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈശോയുടെ ദാസനായി തീർന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ പൗലോസ് പറയുന്നുള്ളൂ. ഞാൻ കർത്താവിനെ മാത്രം ഞാൻ ആശ്രയിച്ചു, കർത്താവിനെ മാത്രം ഞാൻ മുറുകെ പിടിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരം വെച്ച് ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കട്ടെ. സ്തുതിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. യേശുവേ ആരാധന. നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഈ ബന്ധനങ്ങൾ അഴിക്കുന്നത് ശരിക്കും ബൈബിൾ പഠിക്കുമ്പോൾ അത് ദൈവദൂതന്മാരാണ്. ദൈവദൂതന്മാർ വന്നിട്ട് മാലാഖമാർ വന്നിട്ടാണ് ബന്ധനങ്ങൾ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 17-20. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കയ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ച് ആ രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹ വാതിലുകൾ തുറന്നവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുക. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പസ്തോലന്മാരെ ജയിലടയ്ക്കുമ്പോൾ രാത്രിയിൽ ദൈവദൂതൻ വന്നിട്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകുക. അപ്പോൾ അവരുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്, ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അവരെ പൂട്ടിയിടാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ദൈവം, അവരുടെ കർത്താവ്, അവരുടെ ആ ദൈവദൂതന്മാരയച്ച് അവരെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഈശോ അനുഭവം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ പറയും. ഇന്ന് വലിയ അഭിഷേകം ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇപ്പം തന്നെ ഇറങ്ങുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പം തന്നെ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന മക്കളെല്ലാം കരം കൂടി ഉയർത്തി ഒറ്റ വിളി ഈശോയേ. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ വലിയൊരു മിറക്കിളാണ്. 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10. ദൈവദൂതന്മാരാണ് ശരിക്കും നമ്മുടെ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കും. ശരി, ഞാനല്ല, ദൈവദൂതന്മാരാണ് നിങ്ങളുടെ ഇടയിലെ ബന്ധനങ്ങൾ അഴിച്ച് കളയുന്നത്. ഇപ്പം തന്നെ ദൈവദൂതന്മാരോട് പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. ആ
മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈകൾ ചങ്ങല താഴെ വീഴുകയാ. ദൈവദൂതന്മാർ അവരെ മോചിപ്പിക്കുക പത്രോസിനെ. കാരണം പത്രോസിൻ്റെ കൂടെ കർത്താവുണ്ട്. പത്രോസ് കർത്താവിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കുന്നു, കൃപയിൽ ജീവിക്കുന്നു, ദൈവത്തോട് വിശ്വാസം, വേറെ ആരെയും കൂട്ടുപിടിക്കുന്നില്ല, ആരെയും റെക്കമെൻഡേഷൻ ഓടുന്നില്ല, ആരുടെയും മക്കളീയൊരു അനുഭവം ഉണ്ട്. എൻ്റെയൊക്കെ ജീവിതം ഞാനതൊക്കെ പച്ചയ്ക്ക് അനുഭവിക്കുന്ന കാര്യം. ഇത് കഥയൊന്നുമല്ല, കെട്ടുകഥയോ തോന്നലുകളെ അവതരിപ്പിക്കുകയല്ല, മനുഷ്യരെ വഴിതെറ്റിക്കുകയല്ല. സത്യസന്ധമായിട്ട് പറയാം, ഈ ദൈവദൂതന്മാരുടെ ഇടപെടലുണ്ടാകണം നമ്മുടെ. പക്ഷേ ഈ പത്രോസിനെ പോലെ ഈശോയോട് ആഴമേറിയൊരു ബന്ധം ഉണ്ടാകണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, വേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. കണ്ടോ, വേലങ്കി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. ഇവിടെ ദൂതനെ അനുഗമിച്ച് പത്രോസിനെ അവിടുന്ന് കൊണ്ടുവരിക. വാതിൽ തുറന്ന് പുറത്തുകൊണ്ട് ദൈവദൂതൻ നിന്നെ ദൈവം തിരഞ്ഞെടുക്കട്ടെ. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്ത വ്യക്തിയായിട്ട് മാറട്ടെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനായിട്ട് മാറട്ടെ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് നീ മാറട്ടെ. അപ്പോൾ നിന്നെ ഒരാൾക്കും അപായപ്പെടുത്താനോ അപകടപ്പെടുത്താനോ സാധ്യമല്ല. ദൈവം അനുവദിക്കാതെ ഒരാൾ പോലും നിൻ്റെ അടുത്ത് നിന്നെ തൊടാൻ ദൈവം അനുവദിക്കില്ല, നിന്നെ പൂട്ടിയിടാൻ സമ്മതിക്കത്തില്ല. നീ കർത്താവിൻ്റെതായിട്ട് മാറ്. അപ്പോൾ കാണാം ഈ പത്രോസിനുണ്ടായ അതേ അനുഭവം നിനക്കുണ്ടാകും. സ്വരവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വ ആരാധന. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ബന്ധനം മൊത്തം അഴിയട്ടെ. പോരാ, ഉച്ചത്തിൽ ആമേൻ. വചനം പറയാണ്, അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ചത് കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവൻ തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്ന് അവൻ കരുതിയുള്ളൂ. അവൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു. നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. ഏത് ഇരുമ്പ് കവാടവും തുറക്കണമെങ്കിൽ നിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഒരു തടസ്സം അവിടെ വരാൻ പറ്റില്ലെന്ന് യാക്കോബ് ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 7-8 വചനമുണ്ട്. ആകയാൽ ദൈവത്തിന് വിധേയരാകുവാൻ പിശാചിനെ ചെറുതിൽക്കുവാൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. യാക്കോബ് ലേഖനം 4-8 ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേരണം, അതടുക്കുന്നതിന് തടസ്സം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1-2-3 രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്. അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നീ കരം ഉയർത്തുമ്പോൾ അവിടുന്ന് മുഖം മറിക്കുന്നുവെന്ന് യെശയ്യാ 1:12-18 വരെയുള്ള വചനം വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. നീ കരം ഉയർത്തുമ്പോൾ മുഖം ആ ഒരു ബന്ധം കിട്ടുന്നില്ല. അതുകൊണ്ട് നീ പത്രോസായി മാറുക, നീ പൗലോസ്ലീഹായിട്ട് മാറുക. പത്രോസിൻ്റെ ആത്മാർത്ഥത, പത്രോസ് ഈശോയോട് കാണിച്ച അതേ ആത്മാർത്ഥത, അവർ പൗലോസ്ലീഹ ഈശോയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, ആ ആത്മാർത്ഥത നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആത്മാർത്ഥത ഇന്നത്തെ തലമുറ ഏറ്റവും വലിയ അപകടം. ആത്മാർത്ഥതയില്ല, ഒന്നിനോടും ആത്മാർത്ഥതയില്ല. അതൊരു ഫ്രീ ലൈഫാണ്. അത് പോകുമ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകും. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. സ്വരമടച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ഈശോ കൂടെ ഉണ്ടാകും. നിൻ്റെ ഈ യാത്രയിൽ നിനക്ക് അപകടങ്ങൾ അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ, നിൻ്റെ ഈ അധ്വാനം അത് സന്തോഷകരമായിട്ട് മാറണമെങ്കിൽ നിൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവെത്തി മഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവെത്തി മഴ പെയ്തതുപോൽ
ആത്മാവിത്തി നാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അരൂപികളോട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കത്തിക്കുന്നു. ബന്ധുശേഷുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് പ്രവേശിക്കുക. ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള്, നിരാശയുടെ ആത്മാക്കള്, കുറ്റബോധത്തിന്റെ ആത്മാക്കള്, മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങള്, പൈശാചിക രോഗബന്ധനങ്ങൾ, ഭയത്തിന്റെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിൽ കുടുംബങ്ങളുണ്ടോ ആ മക്കളുള്ള ഈ അന്ധകാര ശക്തികളെ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില് ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാലനോട്ടം, പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന മക്കള്, വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള്, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സാത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കള് ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ബന്ധുശേഷുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് പ്രവേശിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധം, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികളോ, ദുഷ്ടപിശാചുക്കൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവനിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ, പൈശാചിക ആത്മാക്കളെ ഉദ്ധിതനായ യേശുനാമത്തിൽ മർക്കോസ് 9:24-25 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, എസ് 22:28 വചനം കൊണ്ട്, എഫെസസ് 6:17 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധുശേഷുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് പ്രവേശിക്കും. നിലയ്ക്കാതെ സ്തുതിക്കട്ടെ, ആനന്ദിച്ച് സ്തുതിക്കട്ടെ, ആഹ്ലാദം സ്തുതിക്കുന്നു, ഭാഷാപരം സ്തുതിക്കട്ടെ, പ്രവചനപരത്തിൽ സ്തുതിക്കട്ടെ, ജ്ഞാനത്തിൽ സ്തുതിക്കട്ടെ, ആത്മാവിൽ സ്തുതിക്കട്ടെ, അരൂപിയിൽ നിറഞ്ഞ് ഈശോയെ സ്തുതിച്ച് കെട്ടഴിയുന്നു. Jesus, power. Jesus, 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 Jesus,